തന്ത്രങ്ങളും പഠിച്ച 950 പേരടങ്ങുന്ന വലിയൊരു സൈന്യം, വാളും പരിചയും എല്ലാമായിട്ട് അവിടുന്ന് വന്നിട്ട് അള്ളാന്റെ ഹബീബും സഹാബത്തും വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് വന്നവർ തമ്പടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അവിടെ ആ പച്ചപ്പുണ്ടാവാനുള്ള കാരണം എന്താണ്? അവിടെ വെള്ളമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കല്ലേ? വെള്ളമുള്ളിടത്തല്ലേ പച്ചപ്പുണ്ടാവുള്ളൂ. അപ്പോ അവര് അബൂജഹിലും കൂട്ടരും വന്നിട്ട് അള്ളാന്റെ ഹബീബിനെ ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ എവിടെയും കാണാനില്ല. അപ്പൊ അബൂജഹിൽ പറഞ്ഞു, ഇനി മുഹമ്മദും അനുയായികളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരിക ഈ ഒരു വഴിയിലൂടെ മാത്രമേ വരുള്ളൂ. ഈ വഴിയിലൂടെ എന്ന് വരികയാണെങ്കിലും ഇവിടെ നമുക്ക് പിടിക്കാം. കാരണം അവർ യുദ്ധത്തിന് വരുമ്പോ ഒരു മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭക്ഷണം വേവിച്ച് കഴിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? വെള്ളം ഉണ്ടാവണം. അപ്പൊ വെള്ളമുള്ള ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഓല് ഇവിടെ തമ്പടിച്ചു നിന്നു. അള്ളാന്റെ ഹബീബും സ്വഹാബത്തും റമദാൻ 16 രാത്രി വരികയാണ്. വൈകുന്നേരം വന്ന് ആ സ്ഥലത്ത് ധാരാളം കണക്കിന് അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് മതി എഴുതിച്ചിട്ടുണ്ട്. അതാണ് റസൂലും സ്വഹാബത്തും വന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെ വന്നപ്പോ ഈ ഭാഗത്തിൽ നിന്ന് അബൂജഹിലും കൂട്ടരും കളിയാക്കാൻ വേണ്ടി തുടങ്ങി. ഇതിനെ കളിയാക്കണമെന്ന് അറിയോ? നിങ്ങൾക്ക് നാളെ നേരം കൊടുക്കാതെ നിൽക്കാൻ പറ്റൂല. കാരണം അവിടെ തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടൂല. അങ്ങനെ വെള്ളം കുടിക്കാൻ കിട്ടാത്തതിന്റെ പേരിൽ, വെള്ളമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകേണ്ടി വരും എന്ന തോതിൽ കളിയാക്കിയിട്ട് അവരിങ്ങനെ അട്ടഹസിച്ച് തിരിക്കുമ്പോ അള്ളാന്റെ ഹബീബ് 3 സഹാബത്തിനെ പറഞ്ഞയച്ചു. സഹാബത്ത് അവിടെ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നത് യുദ്ധത്തിനല്ല, ഞങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുമ്പോ ഞങ്ങളുടെ എല്ലാ മക്കയിലും ഉപേക്ഷിച്ചാ പോയിക്കണത്. അതൊക്കെ വിറ്റിട്ട് നിങ്ങൾ ഷാമിൽ പോയിട്ട് വലിയൊരു കച്ചവടം തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളെ സമ്പത്ത് പിടിച്ചെടുക്കാനാണ് ഞങ്ങൾ വന്നത്. അത് തന്നാ ഞങ്ങൾ പോയിക്കോളാന്ന്. അപ്പോഴാണ് അബൂജഹിൽ പറഞ്ഞത്, മുഹമ്മദെ, നീ വന്നത് ഞങ്ങളെ സമ്പത്ത് വാങ്ങാനാണെങ്കിൽ ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളോട് യുദ്ധം ചെയ്യാം. അതുകൊണ്ട് മുഹമ്മദ്, എന്റെ അടവ് ന്യായങ്ങളൊന്നും ഇവിടെ വേണ്ട. നാളെ നേരം പൊരുത്താൽ ഇവിടുന്ന് ഒറ്റ കുട്ടി ജീവനോടെ മദീനയിലേക്ക് പോകുകയില്ല എന്നാണ് ആര് പറഞ്ഞത്? അബൂജഹിൽ ആ 3 ആളോട് തിരിച്ച് പറഞ്ഞയച്ചത്. ഇത് കേട്ടപ്പോൾ അള്ളാന്റെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാങ്ങൾക്ക് പേടിയുണ്ടോ? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല, ഒരു ഭയവും ഇല്ല, ഒന്നുമില്ല. അള്ളാന്റെ ഹബീബ് അങ്ങ് എന്താണോ പറയുന്നത് അത് മനസ്സാ വാച കർമ്മണ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ സമയത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു സഹാബത്തിനോട്, സഹാബ, അങ്ങനെയാണെങ്കിൽ നാളെ ബദറിൽ യുദ്ധം നടക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും മദീനയിൽ നടന്നു വന്നവരാണ്, എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും കിടന്നുറങ്ങണം. കുറച്ച് ഒട്ടകമുണ്ട്, 70 ഒട്ടകമാണ് ആകുള്ളത്, 3 കുതിരകളാണുള്ളത്. 70 ഒട്ടകത്തിനെ ഇവിടെ കാണുന്ന ഈത്തപ്പനയുടെ മരത്തിൽ കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു. അതിൽ ബന്ധിച്ചു, 3 കുതിരനെയും ബന്ധിച്ചു. സഹാബത്ത് എല്ലാവരും കിടന്നുറങ്ങാൻ പറഞ്ഞു. എല്ലാവരും കിടന്നുറങ്ങാണ്. അതിന്റെ ഇടയിൽ അള്ളാന്റെ ഹബീബിന്റെ മകളുടെ ഭർത്താവാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല. കാരണം നമ്മളമ്മ അവരെ കാണാനില്ലെങ്കിൽ നമുക്ക് ബേജാറാവും അല്ലേ? അലി റളിയല്ലാഹുവിന്റെ ഭാര്യന്റെ ഉപ്പയാണ് ആര്? അള്ളാന്റെ ഹബീബ് കാണാതാവുമ്പോൾ അലി റളിയല്ലാഹു ഉറക്കിയറിഞ്ഞു. അലി റളിയല്ലാഹു ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് ഈ പള്ളിയുടെ മിഹ്റാബ് നിൽക്കുന്ന ഭാഗത്ത് സുജൂദിൽ കടന്നിട്ട് അള്ളാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ. അലി റളിയല്ലാഹു പറയാണ്, ആ കരച്ചിൽ കണ്ടിട്ട് കരച്ചിൽ സഹിക്ക വയ്യാതെ ഞാൻ തിരിച്ചു പോകും. പോയിട്ട് കുറെ കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പോഴും അള്ളാന്റെ ഹബീബ് സുജൂദിൽ കിടന്ന് കരയാണ്. ഞാൻ എടുത്തു പോയിട്ട് എന്റെ ചെവി വെച്ച് നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് കരയുന്നുണ്ട്. അതിന്റെ ഇടയിൽ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളതായ ദിക്ർ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം വന്നപ്പോഴും അവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് കരയാണ്. 4ാമത്തെ പ്രാവശ്യം ഞാൻ പോയി, ഞാനും ക്ഷീണിച്ചൊന്നും എല്ലാം കിടന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായി ഉറങ്ങിപ്പോയി. ക്ഷണിക്കുമ്പോൾ എന്ത് ചെയ്യും? ശക്തമായിട്ട് ഉറങ്ങും. പറയാണ്, ഞങ്ങളെല്ലാവരും ശക്തമായി ഉറങ്ങിയപ്പോൾ രാത്രി സമയത്ത് ഞങ്ങളെല്ലാവരും ജനാപത്തുകാരായി. അല്ലാഹുവിന്റെ ഹബീബിനോട് കൂടുന്ന സ്വഹാബത്ത് എല്ലാവരും ജനാപത്തുകാരാവുക. അള്ളാന്റെ ഹബീബ് 313 പേര് സഹാബത്തും 313 പേരും ജനാപത്തുകാരായി എന്നുള്ളതാണ്. ജനാപത്തുകാരായി കുറെ കഴിഞ്ഞപ്പോൾ അവർ നെട്ടി ഉണർന്നിട്ട് ഓരോരുത്തരോട് പറയാണ്, ഞാൻ ജനാപത്തുകാരനായിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയാം, എല്ലാവരുമായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ അള്ളാന്റെ ഹബീബിനോട് പറയും? അള്ളാന്റെ ഹബീബിനോട് എങ്ങനെ ഞാൻ ജനാപത്തുകാരനാണെന്ന് പറയും എന്ന വിഷമത്തിൽ എല്ലാവരും നിൽക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ഞാൻ പോയി പറയാം,
അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ ഹബീബോട് വന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബ്, കുടിക്കാൻ വെള്ളമില്ലാത്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും കുളി നിർബന്ധമായവരായിട്ടുണ്ട്. നാളെ അങ്ങയുടെ വേക്കിൽ നിന്ന് സുബഹി ജമാഅത്തായി നിസ്കരിക്കേണ്ട ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ആ സുജൂദിൽ നിന്ന് തല ഉയർത്താതെ അവിടെ കിടന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, റഹ്മാനായ തമ്പുരാനെ, നിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ റഹ്മാനായ തമ്പുരാനെ എൻ്റെ സഹാബത്തിന് അങ്ങ് സഹായിക്കണേ അല്ലാ. റഹ്മാനായ തമ്പുരാൻ, അവർ മുഴുവനും ജനാബത്തുകാരാണ്, അവർക്ക് വേണ്ട വെള്ളം നീ ഇറക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് ആ ദുആ കഴിയുന്നതിന് മുമ്പ് ആകാശത്ത് നന്നായിട്ട് വെള്ളം വന്നു എന്നാണ്. നന്നായി മഴ പെയ്തിട്ട് ചരിത്രം പറയുന്നുണ്ട്, ഇവിടെ അബൂജഹലും കൂട്ടരും ഉപയോഗിച്ചിരുന്നത് ഒരു കുളമായിരുന്നു. കുളം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ കുളമായിരുന്നു. ആ കാണുന്ന വലിയ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒന്നായിട്ട് ഒലിച്ചു വന്നപ്പോൾ ആ കാണുന്ന കുളം എന്ത് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ഒലിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഒലിച്ചങ്ങോട്ട് പോയി. ഈ കാണുന്ന മലന്റെ മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് ആ ആദ്യത്തെ ഉപയോഗശൂന്യമായ വെള്ളം ഒലിച്ചു പോയതിനു ശേഷം പിന്നെ ലാസ്റ്റ് തെളിനീര് വെള്ളം വരികയാണ്. തെളിനീര് വെള്ളം വന്നപ്പോഴാണ് അള്ളാന്റെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞ, സഹാബ, അത് റഹ്മത്തിന്റെ വെള്ളാണ്, കാരുണ്യത്തിന്റെ വെള്ളാണ്. സഹാബ, ആ വെള്ളം ഒരിക്കലും പാഴാക്കരുത്, ആ വെള്ളത്തിന് നിങ്ങൾ തടാകമായി കെട്ടി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് സഹാബത്ത് ഇവിടെ ഒരു തടാകം കെട്ടി നിർത്തിയത്. അതിനാണ് ആ ഹൗദ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ പൊളിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. ആ ഹൗദുള്ള സ്ഥലത്താണ് ആ കുറച്ച് കല്ലെടുക്കാണ്ടില്ലേ, ആ കല്ല് ഇവിടുന്ന് പാകിസ്ഥാനുള്ള ഇവിടെ കല്ല് എറിയണതാണ്. എന്തിനാ എറിഞ്ഞ അറിയോ? ആ ഹൗദിൽ നിന്ന് അസ്വദ് വെള്ളമെടുക്കാൻ വേണ്ടി വന്നല്ലോ. അസ്വദ് വെള്ളമെടുക്കാൻ വന്നതിന് അസ്വദിന് എറിയാണ് ആര്? പാകിസ്ഥാനികള്. ആ എറിഞ്ഞത് കൊണ്ടാണ് ആ ഹൗദ് പൊളിച്ചത്. കാരണം അതിന് താഴെ ഭാഗത്തൂടെ ആളുകൾ പോകും, ഇവിടുന്ന് കല്ലെടുത്ത് എറിഞ്ഞ് ആ കല്ല് എന്ത് ചെയ്യും, ആളുകളുടെ ശരീരത്തിൽ തട്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്ക് വന്നു. അവർ 2 മാസം മുന്നേ അത് പൊളിച്ചത്. 2 മാസം മുന്നേ വരെ ആ പറയപ്പെട്ട ഹൗദ് ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഹൗദിൽ നിന്ന് സഹാബത്ത് എല്ലാവരും കുളിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ട് അവർ ശരീരമൊക്കെ തണുപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം അങ്ങനെ തലയോട് ഒഴിക്കുകയാണ്. അപ്പോഴാണ് നേരം പുലർന്ന് നോക്കുമ്പോൾ അബൂജഹലിനും കൂട്ടർക്കും അവിടെ എന്തില്ല, കുളമില്ല, കുളം പോയിട്ടുണ്ട്.